എന്റെ പൊന്ന് ദൈവമേ, ഹണിമൂൺ എന്തോരം സ്ഥലത്ത് പോവാ. ഊട്ടി, കൊടൈക്കനാല്, മൈസൂര്, പിന്നെ മാലദ്വീപ്. എന്നെ എന്റെ ഭർത്താവ് കൊണ്ടേക്ക് വന്നേക്കുന്നത് രാജസ്ഥാനിലെ മരുഭൂമിയില്. എന്തിരി കഷ്ടമെന്നാലേക്ക്, എന്തിരി വിധിയാ എന്റെ. എനിക്ക് സമാധാനം ഇല്ലാതെ ഇരുത്തിട്ട് അങ്ങനെ അകത്തിരുന്ന് ഉറങ്ങുന്നോ മനുഷ്യ? ഇങ്ങോട്ട് ഇറങ്ങിയോ മനുഷ്യ? ചൂടെടുത്തിട്ട് വയ്യ. പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി സ്വാഗതം. ഇത്രയും ഗതികെട്ട് നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് പറയാൻ എങ്ങനെ മനസ്സ് തോന്നുന്നു മനുഷ്യ? എന്റെ പൊന്നു മോളെ, എന്റെ ലുക്കിലോ ഞാൻ ആരാണെന്നില്ല. ഈ എന്റെ ഇൻട്രോ എങ്കിലും പറഞ്ഞ് ഞാൻ ആരാണെന്നോ തെളിയിക്കട്ടെ എന്റെ പൊന്നെ. എന്റെ പൊന്നു മനുഷ്യ, ഹണിമൂൺ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ഇപ്പൊ ആട് ജീവിതം പോലെ ഇവിടെ ജീവിക്കുക. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നത്? എന്റെ പൊന്നു മോളെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ എന്തായാലും വന്നു പോലെ നമുക്ക് ഫുട്ബോൾ ഉണ്ടാക്കാം. ഫുട്ബോൾ ഉണ്ടാക്കാനോ? അല്ല, മറ്റേ ആഹാരമൊക്കെ ഉണ്ടാക്കി വ്ലോഗ് അത് ചെയ്ത് നമുക്ക് ഇവിടെ ജീവിക്കാന്ന്. എന്റെ പൊന്നു മനുഷ്യ, ഈ മരുഭൂമി കിടന്ന് എന്തോ ഫുഡ് ഉണ്ടാക്കാനാ? എന്തായാലും ഇവിടെ കാണാൻ വെച്ച ഐസ്ക്രീം ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ നോക്കിയിട്ട് ഈ ചൂടത്ത് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ കപ്പലണ്ടി ഇല്ലേ, അതൊരു ചട്ടിയിലിട്ട് വറുത്തിട്ട് നമുക്ക് ഒരു കപ്പലണ്ടി വ്ലോഗ് ഉണ്ടാക്കാം. കപ്പലണ്ടി എങ്ങനെ ഉണ്ട്? ഒന്ന് പോ മനുഷ്യ, മനുഷ്യ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. വർഷോ 2025 വർഷം ഏതാന്നല്ല ചോദിച്ചത്, ഞാൻ എന്റെ പേരാ പറഞ്ഞത്. വർഷേന്ന്. ഓ അങ്ങനെ. എന്താ മനുഷ്യ? കല്യാണം കഴിഞ്ഞാൽ സമയം മാറുന്ന ജോത്സ്യം പറഞ്ഞത്. അത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മറ്റേ ടീ പാർട്ടി സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി. ടീ പാർട്ടിയോ മോളെ? ഒന്നുമില്ലെങ്കിൽ നാലാളറിയുന്ന ഒരു ബ്ലോഗർ അല്ലേ ഞാൻ. അപ്പൊ ആ രീതിയിലല്ലേ സംസാരിക്കേണ്ടത്? അങ്ങനല്ല പറയണ്ട. റിസപ്ഷൻ. മരുഭൂമിയിൽ നല്ല മഴ പെയ്യുന്നു. മഴയല്ല, ഞാൻ റിസപ്ഷൻ എന്ന് പറഞ്ഞതാ. ഫസ്റ്റ് ആളാ ബമ്പർ ചിരിയുടെ ഒരു എപ്പിസോഡിനകത്ത് നല്ല അടിപൊളി മൊമെന്റോ എന്ന് പറയുന്നതിന് പകരം നല്ല അടിപൊളി മനുവിന്റെ അമ്മ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. എന്നിട്ട് എന്നെ തിരുത്താൻ പറ്റുമോ നിങ്ങള്? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പിന്നെ മോളെ, കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെ സമയം മാറുമെന്നാ ഞാൻ പറഞ്ഞത്. ഓ, നമ്മുടെ റിസപ്ഷന് കറക്റ്റ്. ബമ്പർ ചിരിന്ന് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു? ഞാൻ വിളിച്ചിട്ടല്ലേ അവര് വന്നത്. നിങ്ങൾ ആ ഫ്ലോറിൽ വെച്ച് കൊടുത്ത മെറാൾഡയുടെ എല്ലാ ക്ലോക്കും ഗിഫ്റ്റ് പേപ്പറിൽ പോയി അതേപോലെ തിരിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാ പൊന്നെ വേണ്ടാന്ന് പറയുന്നത്? അത് ഞാൻ ക്ഷമിച്ച്. അത് പോട്ട്. ഞാൻ രാവിലെ എണീച്ചിട്ട് കഥക തുറന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോ സമയം ശരിയല്ല, ബാറ്ററി ശരിയാക്കി തരുവോ, ലെതർ മാറ്റി തരുവോ എന്നൊക്കെ പറഞ്ഞ് കൊറേമാര് വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുക. അങ്ങോട്ട് കയറി വന്നത് ഉള്ള ക്ലോക്ക് മൊത്തം ഭിത്തിലടിച്ച് കയറ്റുമ്പോ അമ്മാര് വിചാരിച്ച് ഇത് ക്ലോക്ക് കടയാണ്. അവിടുന്ന് അമ്മാര് ക്ലോക്ക് മാത്രമല്ല തന്നത്, അമ്മാര് മറ്റേ കവറിൽ പൊതിഞ്ഞിട്ട് നമുക്ക് പൈസയും കൊണ്ടുവന്നില്ലേ പൊന്നെ? കവറിൽ പൊറിഞ്ഞ അമ്മാര് തേങ്ങ കൊണ്ടുവന്നു. അല്ലല്ലോ, കവറിനകത്ത് തേങ്ങ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അതല്ല, കവറിൽ പൊറിഞ്ഞ അമ്മര് കുറെ ചാനങ്ങൾ കൊണ്ടു തന്നില്ല. അമ്മര് കൊണ്ടു തന്നതിന്റെ എല്ലാം പേരും ലിസ്റ്റ് ഉൾപ്പെടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വായിക്കാൻ കാണിച്ചാ അമ്മര് കൊണ്ടു തന്നത്. അരുൺ ബെല്ലാൻഡ്. എനിക്കറിയാവുന്ന പയ്യനാ, നല്ല പയ്യനാടിയ പയ്യൻ. കാണാൻ നല്ല സുന്ദരിയാണ്, ഇൻസ്റ്റൈഡ് തരുവോന്ന്. ഒന്നുകൂടെ വായിച്ച. കാണാൻ നല്ല സുന്ദരിയാണ്, ഇൻസ്റ്റൈഡ് തരുവോന്ന്. എടി, അവർ റിസപ്ഷന് വന്നപ്പോ ചിരിച്ചായിരുന്നോ? ചിരിച്ചായിരുന്നു. ഇവിടുന്ന് ഒരു സാധനം പൊങ്ങി വന്നായിരുന്നോ? ഞരമ്പ്. അതിന്റെ അസുഖം അവന്. അതിന്റെ അസുഖം അവൻ. ഈ പെണ്ണുങ്ങളല്ല, എല്ലാ പെണ്ണുങ്ങളെ കണ്ടാലും അവന്റെ സ്ഥിരം പരിപാടിയാ. അതുകൊണ്ട് അവന്റെ കാര്യം നീ വിട്ടേക്ക്. ശരി. അടുത്ത ആരാ? ശിവപ്രസാദ്. അയ്യോ, അരുണിനെ പോലല്ല, തങ്കപ്പെട്ട മനുഷ്യൻ. അവൻ പാവം പിടിച്ചവനായിരുന്നു. അവന്റെ കാര്യം പറയും. 10,778. അത്രയും പൈസ കൊണ്ട് തന്നാ? പൈസ അല്ല, അവനെടുത്ത ലോട്ടറി ടിക്കറ്റ് നമ്പർ ലോട്ടറി മടക്കില്ല, അവന്റെ കവറിലേക്ക് കൊണ്ട് തന്നാ ചെറുക്കൈ. പട്ടി. അപ്പൊ ലോട്ടറി തന്ന എന്നെ പറ്റിച്ചല്ലേ? അടുത്ത ആരാടി? ശ്രീജിത്ത് ബാലരാമപുരം. അതെ, ഈ അരുണിനെ ശിവപ്രസാദിനെ പോലല്ല അവന്മാര്. എനിക്ക് സീസൺ ഫസ്റ്റ് തൊട്ട് അറിയാം. ശ്രീജിത്ത് പാവടിയവൻ. അവൻ എന്തുകൊണ്ടെന്നേ? വിശന്നു കഴിച്ചു, ഈ പാവം പൊയ്ക്കോട്ടെ. വർഷം 5 ഇപ്പോഴും എന്നെ നക്കി തിന്നുന്ന സ്വഭാവം നിർത്തിയിട്ടില്ല. അതൊന്നും എനിക്കറിഞ്ഞൂടാ. അടുത്ത ആരടി? ബിജു പൊഴിയൂര്. അതെനിക്കറിയാം. എന്തുവാ? സാരിക്ക് മാച്ചായ ബ്ലൗസ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? എനിക്ക് തോന്നി. ശരി ശരി. അടുത്ത ആരാ? 2 അവന്മാരുണ്ട്, അഖിലും അകേഷും. സീസൺ 2 വന്ന പുതിയ പിള്ളാരാ, നല്ല പിള്ളാരാ, പാവം പിടിച്ച പിള്ളാരാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാ. സോറി, പൈസ കൊണ്ടുവരാൻ മറന്നുപോയി. മറന്നെന്നാ പറഞ്ഞേ? സത്യവാ. മറന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യവാ. ഞാനെന്റെ കണ്ണി കണ്ടിട്ടുണ്ട്, ചിലയിടത്ത് നിന്നിട്ടുണ്ട്, കണ്ണീന്നൊക്കെ തീ ഇങ്ങനെ തെറിച്ചു പോട്ടിട്ട് മറന്നു പോയിട്ടുണ്ടെന്ന് അവന്മാര് പറഞ്ഞിട്ട് അത് സത്യവാ. അവന്മാരെ നമുക്ക് വിശ്വസിക്കാൻ പോലെ. ഇതുപോലുള്ളവന്മാരാണ് കല്യാണത്തിന് റിസപ്ഷനും വന്ന് അവിടെ മൊത്തം കിടന്ന് ആടിയത്. എനിക്ക് ഇതൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കണ്ണി നിന്നിട്ട് ഇങ്ങനെ തുപ്പാൻ തോന്നുവാ. പക്ഷേ നീ എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്? മുമ്പ് നീ സൈലന്റ് അല്ലായിരുന്നു, ഇപ്പൊ എന്താ വയലന്റ് ആവുന്നത്?
മനുഷ്യ ഈ ചൂടത്ത് കൊണ്ട് നിർത്തിയാ പിന്നെ ഞാൻ ചൂടാവാതെ പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വീട്ടിലെ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാടി വളച്ചു കെട്ടി നീ മൂക്കി പിടിച്ചിങ്ങനെ നിൽക്കുന്നത്? അടുക്കള കയറാൻ വയ്യ, അതങ്ങ് പറഞ്ഞാ പോരെ. അമ്മച്ചി എല്ലാ പണി അങ്ങ് ചെയ്തോളൂ. ഞാൻ അതല്ല ഏട്ടാ പറഞ്ഞത്. പിന്നെ നീ എന്തുവാടി പൊന്നാ പറഞ്ഞത്? ഏട്ടാ എനിക്ക് മണലിക്കൂടി ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല ഏട്ടാ. കാല് താന്ന് താന്ന് പോവുക. അങ്ങനെയാണ് ഞാൻ നിന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഇന്റർലോക്കും കൊണ്ടിട്ടേക്കാം. എന്റെ ചെടി എന്തുവാടി ഇത്? അത് ഞാൻ വീട്ടിൽ കൊണ്ട് നടാൻ വേണ്ടി കല്ലുമുച്ചെടി ഇവളുടെ ഒടുക്കത്തെ ചെടിവെപ്പാണ്. നിനക്കറിയാമോ, നിന്റെ ഈ നശിച്ച ചെടിവെപ്പാറ ഞാൻ വീട്ടിന്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോ നാട്ടുകാരെന്നെ എന്തോ പറയുന്നതെന്ന് അറിയാമോ? പൂമ്പാറ്റ പോന്നേന്ന്. അതെന്തിനാ അങ്ങനെ വിളിക്കണേ? പിന്നെ ആ ചെടിയുടെ ഇടയിൽ കൂടെ ഞാൻ നടന്നു പോകുമ്പോ എല്ലാ പൂമ്പാറ്റ നല്ലതാ, പിന്നെ ദൂർക്കസന്മാരെന്ന് വിളിക്കണോടി. അതിലും നല്ലത് പൂമ്പാറ്റ. കോണാവിടുന്ന് ഞാൻ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലേ. പിടിച്ചെല്ലിട്ട് നിന്റെ ചെടി എല്ലാം കൂടെ ഞാൻ വഴിച്ചു ഓടിയിട്ട് ഞാൻ പെട്രോൾ വെച്ച് കത്തിക്കും. അയ്യോ കയ്യിലോട്ടല്ല ആലയിൽ പോയതാ. നിങ്ങൾ എന്റെ ചെടി കത്തിക്കൂന്ന് പറഞ്ഞ് എന്നിട്ട് എന്റെ അടുത്ത് ഇപ്പൊ ദേഷ്യപ്പെടുകയും ചെയ്ത്. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഒന്നും എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഇനി ഒരു വാക്ക് പോലും നിങ്ങൾ എടുത്ത് മിണ്ടരുത്. എന്നെ തൊടട്ട. എന്നെ തൊടട്ട. എന്നെ തൊടട്ട. തൊട്ടില്ല. തൊട്ട്. തൊടട്ട. എന്റെ പെണ്ണിങ്ങനെ കരയുവാന്നല്ലോ. ഞാനൊരു പാട്ട് പാടിയല്ലോ. മാമന്റെ മോളല്ലേടി എന്നെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതല്ലേ. മാമന്റെ മോളല്ലേടി നിന്നെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതല്ലേ. പിന്നെ മർദ്ദങ്കം പടം തന്തോ മർദ്ദങ്കം പടതോ നിനക്ക് എന്താ കേട്ടാലോ? നിനക്ക് എന്തേട്ടാ? മർദ്ദങ്കം പടം കണ്ടോ? കഷ്ടപ്പെടണ്ടേട്ടാ, കാര്യം മനസ്സിലായി. എന്റെ പൊന്നേട്ടാ ഒരു പാട്ട് തരുമോ? ഈ മോതയ്ക്ക് ഒരു റൊമാൻസ് കാണാനാ. കുടമുല്ല കമ്മലണിഞ്ഞാൽ കൂന്തൽ ചുരുളുമെടഞ്ഞാൽ കൈതപ്പൂവിതളെ നിന്നെ കണി കാണാനെന്തുരസം എന്നും കണി കാണാനെന്തുരസം. ചൂട് മണല് കട്ടിക്കോരി എറിഞ്ഞേ. അയ്യോ മോളെ പാട്ടിന്റെ ഫ്ലോ വന്നപ്പോ ചേട്ടൻ മണ്ണെന്ന വെള്ളമാന്നും പറഞ്ഞ് തെറിപ്പിച്ചതാ. സോറി. ആലോചിച്ച് മനുഷ്യനെ കണ്ണുകൊണ്ട് കളഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുവാ. മോള് കരയണ്ട കേട്ടോ. ഇല്ല. ഇനി ഞാനുണ്ടല്ലേ 5 ദിവസം നല്ല അടിപൊളി സ്ഥലത്താ പോവാൻ പോകുന്നത്. ഇനി എങ്ങോട്ടാടാ കൊണ്ടുപോകുന്നത് തന്നെ? ചിറാപ്പുഞ്ചിരി. എന്റെ ദൈവമേ, 5 ദിവസം എന്നെ കൊണ്ട് വേലി ഒളിച്ചിട്ട് മഴ കൊള്ളിപ്പിക്കാൻ കൊണ്ടുപോവാതെ. നിനക്ക് ആ സ്ഥലം ഇഷ്ടമല്ലയോ? എനിക്ക് ഈ സ്ഥലമൊന്നും ഇഷ്ടമല്ല. അങ്ങനെയാണ് ഞാൻ എന്റെ സബ്സ്ക്രൈബറിനോട് തന്നെ ചോദിക്കാം, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണോ അവിടെ ഞാൻ പോകും. ഓഫറൊക്കെ കിട്ടും. ഞാൻ വന്നിട്ടോ. ഹലോ ഇനി നീ ചാമാനെ പൊക്കി പൊടിച്ചോണ്ട് വെളിയിൽ കിടന്ന് അളിച്ച് നിന്റെ കറിനെ കുറ്റിയാടി ഞാൻ പൊട്ടിക്കും. എടാ ഇനി ബമ്പർച്ചിരി വിട്ടാ വീട് വിട്ടാ ബമ്പർച്ചിരി. വേറെ എവിടെയും പോയാടില്ല. മനസ്സിലായി. എന്താണ് നിനക്ക് മനസ്സിലായേ? ഇനി മുതൽ ഈ വർഷം എന്റെ കൂടെ എല്ലാ വർഷവും കൂടെ കാണുന്നു. മനസ്സിലായി. അതാണ് நெஞ்சுக்குள் பெய்திடும் மாமழை நீருக்குள் மூழ்கிடும் தாமரை சற்றென்று மாறுது வானிலை. ഹായ് ഭൂമി, ഐ ആം ചന്ദ്രൻ. ഞാൻ ഇത് சொல்லி ആകണം. നീ അവളോ വലുത്, നീ എവളോ ഇവളോ ഇവളോ അവളോ ഇവളോ. പിന്നെ വളവളാന്ന് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാ പറ ചന്ദ്രപ്പണ്ണ. അല്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ കാര്യമില്ലെങ്കിൽ ഓക്കെ. അല്ല പോലെ നിക്ക്. അയ്യോ അങ്ങനെ നിക്കാൻ പറ്റത്തില്ല. ഞാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പ ഭൂമി കുലുങ്ങും. എന്നാ നിക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. പറ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഇഷ്ടമാണെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്താ അങ്ങനെ വന്ന് പറയാത്തത്? നീ എർത്തല്ലേ, ചിലപ്പോ എനിക്ക് ഷോക്ക് അടിച്ചാലോ. അത് മാത്രല്ല നമ്മൾ തമ്മിൽ സെറ്റ് ആവത്തില്ല. നിങ്ങൾക്ക് നല്ല പ്രായമുണ്ട്. പ്രായോ? പിന്നെ എന്റെ ഭൂമിയിലുള്ള അമ്മാവന്മാരും അപ്പാപ്പന്മാരും നിങ്ങളെ അമ്മാവാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അയ്യോ അത് അങ്ങനല്ല. കൊച്ചു പിള്ളേർ ആഹാരം കഴിക്കാൻ വേണ്ടി എന്നെ കയറി വെറുതെ അമ്മമാര് അമ്മാവാന്ന് വിളിക്കുന്നത്. പക്ഷെ എന്റെ സങ്കടം അതൊന്നുമല്ല. എന്തുവാ? ഇതുവരെ കാണാത്ത ഗ്രഹങ്ങളുടെ പടം എല്ലാം കൊച്ചു പിള്ളേർ സ്കൂളിൽ പോയി വരയ്ക്കും. പക്ഷെ എന്നും കാണുന്ന എന്റെ പടം മാത്രം വരുത് വരയ്ക്കൂല. എന്തൊരു കഷ്ടമാന്ന് നോക്കി. നിങ്ങൾ ഗ്രഹമാകണമെങ്കിലേ
ആ സൂര്യന് ചുറ്റും കറങ്ങണം, അല്ലാതെ എന്റെ പുറകെ ഇങ്ങനെ മണത്തോണ്ട് കറങ്ങി നടന്നു കഴിഞ്ഞാൽ കാര്യമില്ല കേട്ടോ. എന്നപ്പോഴും ഒരു കാര്യം ചെയ്യും, നീ എന്നെ കല്യാണം കഴിക്കും, അപ്പൊ ഞാനും ഗ്രഹമാവൂലേ? അത് നിങ്ങളുടെ അത്യാഗ്രഹമാ. അത് മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകെട്ടും ശരിയല്ല. എന്റെ കൂട്ടുകെട്ടിന് എന്തോ കുഴപ്പം? നിങ്ങൾ ആരുമായിട്ടാ കൂട്ടുകെട്ടുന്നത്? ശനിയും ചൊവ്വയും. അതാ പറഞ്ഞേ, കണ്ടക ശനി കൊണ്ടേ പോകൂ. പിന്നെ ചൊവ്വ ദോഷമുള്ളവന് പെണ്ണും കെട്ടത്തില്ല. ദോഷ ഞാൻ ആ കുടുംബത്തിലോട്ട് കേറത്തില്ല. പോ. എടി, ഒന്നുമില്ലേലും ആ അച്യുതന്റെ കൂടെ കറങ്ങുന്നത് നിന്നെ ഞാൻ സംശയമില്ലാതെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അച്യുതന്റെ കൂടെയോ? അച്യുതന്റെ കറങ്ങുന്നേ ഉള്ളു, അല്ലാതെ അച്യുതനായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ലേ. അങ്ങനെയാണോ? എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞാൽ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ. അണ്ണാ, ഞാനിങ്ങനെ പറഞ്ഞപ്പോ അണ്ണന്റെ മുഖം അങ്ങ് ഡള്ളടിച്ചല്ലോ. നീ പറഞ്ഞോണ്ട് മാത്രമല്ല, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വെട്ടവും വിളിച്ചൊന്നുമില്ലല്ലോ. ആ സൂര്യന്റെ ചൂടായിട്ടിട്ട് എന്റെ മോന്ത ഈ പരുവായത്. ആ സൂര്യന്റെ കാര്യം പറയാതിരിക്കുന്നേ ഭേദം. എന്നാ പിന്നെ പറയണ്ട. പറയുന്നില്ല, എനിക്ക് പറയണം. ഇല്ല, ഞാൻ പറയുന്നില്ല. എന്റെ അടുത്ത് പറയണ്ട ഞാൻ പറയത്തില്ല. ആളിരിക്കുന്നു, പറ. ആണോ? എനിക്ക് പറയാം. എന്തുമാത്രം ചൂടാന്നറിയോ അവൻ എന്റെ ദേഹത്തോട്ട് അടിച്ച് കയറ്റി വിടുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം സൺസ്ക്രീം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സൺസ്ക്രീം? ആ, ഏത് കമ്പനിയുടെ? ഒസംപാടി. അണ്ണാ, അണ്ണന്റെ പരിചയത്തിൽ ഈ റൂഫ് പ്ലാസ്റ്റർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? റൂഫ് പ്ലാസ്റ്റർ ചെയ്യുന്നയോ? എന്തിനാടി? എന്റെ ഓസോംപാളിലെ വിള്ളല്, ആ വിള്ളലൊന്നും നികത്താനാ. എങ്ങനെ വിള്ളൽ വീണ്? അതൊന്നും പറയണ്ട. ഈ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റും കളക്ടറേറ്റിലും ഒക്കെ ധർമ്മ നടക്കും മാനത്തോട്ട് വെടിവെക്കത്തില്ലയോ, അങ്ങനെ തുള വീണതാ. അങ്ങനെ ആരിലുണ്ടെങ്കിൽ ഞാൻ പറയാവേ. ഓക്കെ അണ്ണാ. പിന്നെ അണ്ണന്റെ മുഖം ഒരുമാതിരിയൊക്കെ ഇരിക്കുന്നു. അത് മാത്രമൊന്നും അവിടെ ഇവിടെയൊക്കെ കുഴി. ആ സൂര്യന്റെ അടുത്ത് പറയണം ഇച്ചിരി ചൂടൊക്കെ കുറച്ചടിക്കാൻ വേണ്ടി. അത് സൂര്യന്റെ ചൂട് മാത്രമൊന്നുമല്ല, പിന്നെ നിന്റെ ഭൂമിയിൽ കുറെ അമ്മമാര് വന്ന് കൊടി കുത്തുന്നത്, അതാ ഇത്രയും കുഴി. എന്നാ ഈ കുഴി ഒന്ന് അടച്ചിട്ട് പോവും. അതുമില്ല, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ പരിപാടികൾ. ഒരാള് സങ്കടം പറഞ്ഞ് ചിരിക്കണ ശരിച്ചതല്ല, പിന്നെ ഭൂമിയിലുള്ള ഏതോ ഒരുത്തൻ ഞാറ് നടുവാ. എനിക്കങ്ങ് ഇക്കിളിയാവുന്നു. കഷ്ടം തന്നടേ. അയ്യോ, എന്ത് പറ്റി ചന്ദ്രപ്പണ്ണ? അണ്ണന് തണുക്കുന്നോ? അതല്ല, പിന്നെ കേട്ടിട്ടില്ലേ ചന്ദ്രനിൽ വെള്ളമുണ്ട്? അയ്യോ അയ്യോ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ള കാര്യങ്ങള്. ചന്ദ്രപ്പണ്ണോ, എന്താ ഞാൻ എന്താ പറയണ ഇനി? നമ്മളിവിടെ നിക്കല്ലേ? തുടക്കം തന്നെ. പറ ചന്ദ്രപ്പണ്ണ. സോറി സാറേ, ക്ഷമിക്കണേ. ഒരു കുഴപ്പമില്ല. പോട്ടെ. നല്ല ചന്ദ്രപ്പണ്ണ, ഞാനൊരു കാര്യം ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? നിങ്ങളുടെ ചന്ദ്രനിൽ ആദ്യമായിട്ട് ആരാ കാല് കുത്തിയത്? നീലാം സ്ട്രോങ്. ഇപ്പൊ രണ്ടാമത് കുത്തിയതോ? ആ ചെറുക്കൻ തന്നെ. അതെന്താ അങ്ങനെ? ഒറ്റക്കാലി നിൽക്കാൻ നിക്കറാൻ വേണ്ടി വല്ല ഇങ്ങോട്ടൊന്ന് കയറിയത്. അല്ല പിന്നെ അവൻ തന്നെ ആദ്യം അവസാനം കാല് കുത്തിയത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ, ഞാന് ചൊവ്വേ, ബുധനെ, വ്യാഴത്തെ, ശനിയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ കുടുംബത്തില്. പക്ഷെ ആ വെള്ളിയും ഞായറിനെ മാത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞായറുണ്ട്. ആണോ? ഞായർ അവധിയില്ലേ, അതുകൊണ്ട് പുള്ളി വർക്കറ്റ് ഹോം എടുക്കുക. അപ്പോ വെള്ളിയോ? പുള്ളി ദുബായ്ക്കാരനാ. ദുബായില് അവിടെ വർക്കറ്റ് ഹോം എടുക്കുക. ദുബായില്. അതായി വെള്ളി ഇവിടെ വരാത്തത്. അവിടെ വെള്ളിയാഴ്ചയാണല്ലേ അവധി. അവിടെ അതാ, അതുകൊണ്ട് ഇങ്ങോട്ട് വരത്തില്ല. ശരി 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 ശരി. വർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ സൂര്യനെയും കൊണ്ട് വലിയ നിവൃത്തികളാട്ടോ സത്യം പറഞ്ഞ. എനിക്ക് എന്താ പറ്റി? 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്ത് അങ്ങ് മരിച്ച്. നിങ്ങൾ അത്ര കമ്പനിക്കാരനല്ലയോ? എങ്കിൽ പിന്നെ പുള്ളിയോട് പറയണം ഒരു രാത്രി 12 മണിയൊക്കെ ആകുമ്പോ സൂര്യൻ ഉദിക്കാൻ. 12 മണിയാകുമ്പോ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലേ നിങ്ങളുടെ ഭൂമിയിലെ പല മാന്യന്മാരുടെ മുഖം മുടി അഴിഞ്ഞു വീഴൂടെ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാനായിട്ടൊരു 3-4 ലോക മഹായുദ്ധത്തിന് തിരി കൊളുത്തുന്നില്ല. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. ചേട്ടൻ എന്നൊക്കെ പറഞ്ഞത് ശരിയൊക്കെ തന്നെ, അത് ശരി. പക്ഷെ അനിയന്മാർക്കാണ് അവകാശം കൂടുതൽ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എന്താ ഇവിടെ ഒരു പ്രശ്നം? വസ്തുതർക്കോ? നിന്റെ ഭൂമി ഒരുത്തം വന്ന് എന്റെ കയ്യിൽ നിന്ന് ഇച്ചിരി സ്ഥലം മേടിച്ചായിരുന്നു. ഇപ്പൊ അവന്റെ മൂത്ത മോനും ഇളയ മോനും കൂടെ വാടകയ്ക്ക് റോക്കറ്റ് പിടിച്ചോട്ട് മേപ്പോട്ട് വന്നിട്ട് ഇവിടെ കിടന്ന് അടിയാ വസ്തുവിന്റെ പേരിൽ. ഈ പോക്കാണെങ്കിൽ എന്നെ പൂർണ്ണചന്ദ്രനായിട്ട് കാണാൻ നിന്നെ കൊണ്ട് പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുമാരനെ കീറി മുറിക്കുന്നതിന് മുന്നേ നിന്റെ അടുത്ത് ഞാൻ ചോദിക്കുക,